മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ മൂന്ന് പേരുടെയും കൃത്യമായിട്ടും ഭീകരരെ ഇങ്ങോട്ട് കടത്തിവിടുന്ന, രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ആ ക്യാമ്പുകൾ തെരഞ്ഞെടുക്കുന്നതിനും ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നുവല്ലോ. ഓരോരോ ആക്രമണങ്ങൾക്കും വേണ്ടി അത് കസബിനെ പരിശീലിപ്പിച്ച ക്യാമ്പും ഉൾപ്പെടുന്നുണ്ട്, ഹെഡ്ലിയെ പരിശീലിപ്പിച്ച ക്യാമ്പും ഉൾപ്പെടുന്നുണ്ട് അല്ലേ മഞ്ജുഷ്? ഭീകരതയ്ക്ക് ഒരൊറ്റ നിറമേ ഉള്ളൂ, അത് വികൃതമായ ഒരു നിറമാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇന്ന ഭീകര ക്യാമ്പുകളാണ് എന്ന് നോക്കാതെ ലഷ്കർ ഇ തോയ്ബയെന്നോ ഹിസ്ബുൾ മുജാഹിദീനെന്നോ ജയ്ഷെ മുഹമ്മദ് എന്ന വേർതിരിവില്ലാതെ സകല ഭീകരതയുടെയും വേരറക്കുന്ന രീതിയിൽ ഭാരതം മാതൃകാപരമായി പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ 25 സ്ത്രീകളുടെ സിന്ദൂരം അണഞ്ഞു പോയത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അതിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു രാജ്യം. ഇപ്പോൾ സെലക്ഷൻ ഓഫ് ദ ടാർഗറ്റ് നോക്കൂ. ഈ സെലക്ഷൻ ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഭാവൽപൂർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഭാവൽപൂർ എന്ന് പറയുന്നത് പഞ്ചാബിൽ, പാകിസ്ഥാൻ പഞ്ചാബിൽ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് മസൂദ് അസറിൻ്റെ കേന്ദ്രം. മസൂദ് അസറിനെ നമുക്ക് ഓർമ്മയില്ലേ, ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ കണ്ഡഹാറിൽ നിന്നും 2002 ആണ്ടിൻ്റെ ആദ്യം തട്ടിക്കൊണ്ടുപോയ ആ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി മോചിപ്പിക്കേണ്ടി വന്ന ഒരു ഭീകരൻ. അദ്ദേഹം പിന്നീട് വളർന്ന് പന്തലിച്ച് മസൂദ് അസർ ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര പ്രസ്ഥാനം തുടങ്ങുകയാണ്. ജയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട താവളം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന സ്ഥലമാണ് മാർക്കസ് സുബാനുള്ള എന്ന് പറയുന്ന ആ ഒരു താവളത്തിലാണ് ബോംബിംഗ് നടന്നിരിക്കുന്നത്. ഒരു മദ്രസയാണ്, എല്ലാം ക്യാമഫ്ലാഷ് ആണ്. പല ഭീകര താവളങ്ങളും 100 കിലോമീറ്റർ അകലെയുള്ള, അതിനർത്ഥം 100 കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി തകർക്കാതെ, വ്യോമ അതിർത്തി അതിലംഘിക്കാതെ ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾ 2 തരം മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി 300-350 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലാണ് സ്കാൽപ്പ് മിസൈലുകൾ. അത് റഫാൽ വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന സ്കാൽപ്പ് മിസൈൽ 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം മർക്കസ് സുബാനുള്ള ക്യാമ്പിനെ തകർത്തിരിക്കുന്നു. അതൊന്ന്. 2 ഈ മർക്കസ് തൈബ ക്യാമ്പാണ്. അത് മുറിഖെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. അവിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെയും പിന്നിലെ പ്രധാന സൂത്രധാരൻ ആമീർ അജ്മൽ ഖസബ് അവിടെയായിരുന്നു. അതുമാത്രമല്ല, അത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അത് ലഷ്കർ ഇ തോയ്ബയുടെ ഹഫീസ് സയ്യിദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഓർക്കണം. അവിടെ തകർത്തിരിക്കുന്നു. അത് അതിർത്തിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ പഞ്ചാബിലെ സ്ഥലമാണ്. അതും ഇന്ത്യക്ക് അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് റഫാൽ വിമാനങ്ങളിൽ നിന്നുള്ള മിസൈലുകൾ, 2 തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചത്. ആകാശ് മിസൈലുകളുണ്ട്, സ്കാൽപ്പ് മിസൈലുകളുണ്ട്, അതുപോലെ മീറ്റിയോർ മിസൈലുകളുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് റഫാലിൻ്റെ സിസ്റ്റമാണ്, ഹാമർ സിസ്റ്റം. ഇതെല്ലാം തന്നെ ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചു. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പോരാ, സ്ട്രൈക്ക് വിത്ത് എ സർജിക്കൽ പ്രിസിഷൻ. ഒരു സർജൻ ചെയ്യുന്ന പോലെ കറക്റ്റ് താവളങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കടുകിട തെറ്റാതെ, ഈ താവളങ്ങളിലല്ലാതെ ഒരൊറ്റ സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ എല്ലാ പ്രിക്കോഷൻസും സൈന്യം ചെയ്തു എന്ന് പറയുമ്പോൾ നോക്കൂ. അതുകൊണ്ട് ഈ പോയിന്റിൽ ഒസാമ ബിൻ ലാദൻ ഫണ്ട് ചെയ്തിരുന്നു അത്ര. ഈ പോയിന്റ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച അതെ, അവിടെ അത് നിർമ്മാണത്തിന് വേണ്ടി ഒസാമ ബിൻ ലാദന്റെ ഫണ്ടിങ് ഉണ്ടായിരുന്ന ഇടമായിരുന്നു കൂടെ. അതുകൊണ്ടുകൂടി അവിടെ ഇറക്കപ്പെടുമ്പോൾ പ്രത്യേകം പരാമർശിക്കേണ്ടത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമാണല്ലോ ബോംബെ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ബന്ധമുള്ള ആളുകളാണ്. അതിൽ തഹാവൂർ റാണ എക്സ്ട്രഡിറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. അപ്പൊ അവരെല്ലാം വളർത്തി വലുതാക്കിയ ക്യാമ്പ് എന്നുള്ള നിലയിൽ ഇന്ത്യ വർഷങ്ങളായി നോക്കി വെച്ചിരിക്കുന്ന ടാർഗറ്റാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണമായി നടന്നുവെങ്കിൽ പോലും കഴിഞ്ഞ 30 വർഷത്തെ ഭീകരതയുടെ, അല്ലെങ്കിൽ 3-4 പതിറ്റാണ്ടിന്റെ ഭീകരതയുടെ എല്ലാം തന്നെ കണക്കുകൾ എണ്ണി തീർക്കുന്ന ഒരു കാഴ്ചയാണ്. കേണൽ ജയകുമാർ കൂടി ചേരുകയാണ്. ശ്രീ ജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹാവൽപൂരിൽ നടത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ആക്രമണമാണല്ലോ. 100 കിലോമീറ്റർ പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടന്നാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ അതിർത്തി ലംഘിക്കാതെ തന്നെ, അതിർത്തിയിലേക്ക് ഇന്ത്യൻ സൈന്യം പോയിട്ടില്ല, പക്ഷേ വ്യോമാതിർത്തിയിൽ കടന്നുള്ള ആക്രമണമായിരുന്നു. പാകിസ്ഥാൻ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത്. പാകിസ്ഥാൻ ഇതുവരെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചാൽ
തിരിച്ചടി നൽകും എന്നൊക്കെ. പക്ഷേ പാകിസ്ഥാനെ അമ്പരപ്പിക്കുന്ന കാര്യമല്ലേ ആ ചെയ്തിരിക്കുന്നത്? അവിടെ ഭീകര ക്യാമ്പുകൾ തകർക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. ഇപ്പോൾ സൈന്യത്തിന്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ താങ്കൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ബഹാവൽപൂർ ഉദ്ദേശം 100 കിലോമീറ്ററോളം നമ്മുടെ IB-യിൽ നിന്ന് ഉള്ളിലാണ്. അതായത് ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബോർഡർ. നമ്മൾ എന്തുതരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്യോന്യം ക്രോസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് IB. പ്രശ്നങ്ങൾ എന്നും നടക്കുന്ന സ്ഥലങ്ങളാണ് LOC, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇവിടെ നമ്മുടെ അതിർത്തിക്ക് ഉള്ളിൽ നിന്നും 100 കിലോമീറ്ററോളം ഉള്ളിൽ ചെന്ന് ഉള്ള ഒരു ടാർഗറ്റില് അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറാതെ തന്നെ അതിനെ അതായത് നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന് കൂടി നമ്മൾ തെളിയിച്ചു കൊടുത്തു. അതായത് 100 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന നിങ്ങളുടെ ഒരു ക്യാമ്പ് പോലും സേഫ് അല്ല, അക്കാര്യം വ്യക്തമായി. ഇന്ന് രാവിലെ മിസ്റ്റർ ബിലാൽ, ഹലോ, എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞോളൂ. അത് ശരി. ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യ എന്നുള്ളത് ഒരു ടെററിസ്റ്റ് രാജ്യമാണ് എന്ന് ലോകത്തിന് മുമ്പ് കാണിക്കാനുള്ള ഒരു വെമ്പലാണ് അവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. എല്ലാം ഇതുവരെയും അതായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇന്ത്യയാണ് യഥാർത്ഥ ടെററിസ്റ്റ് രാജ്യമെന്നും പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യയും ബാക്കിയുള്ള ലോക രാജ്യങ്ങൾക്കിടയ്ക്ക്, അതായത് നല്ല രാജ്യങ്ങൾക്കിടയ്ക്കുള്ള ഒരു ദീവാർ, ഒരു ചുമരാണ് ആയിട്ടാണ് ഞങ്ങൾ പാകിസ്ഥാൻ ഉള്ളത്. അതായത് ഏറ്റവും അധികം ടെററിസത്തിൽ നിന്ന് ട്രബിൾ ചെയ്യപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ഞങ്ങൾ. 10,000-കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ അതായത് പാകിസ്ഥാനികൾ ഇത് കാരണം മരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനാണ് ടെററിസത്തിന്റെ ഉത്ഭവ കേന്ദ്രമെന്നും ലോകത്തുണ്ടായിട്ടുള്ള ഇന്നുവരെ അറിയപ്പെടുന്ന എല്ലാ വലിയ ടെററിസ്റ്റ് ലീഡേഴ്സും ഇൻക്ലൂഡിംഗ് ലൈക്ക് യു സെഡ് നൗ റീസെന്റ് ഒസാമ ബിൻ ലാദൻ ആവട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈ മുംബൈ ആക്രമണത്തോട് ചേർത്ത് നമ്മൾ നോക്കുന്ന എല്ലാ ലീഡേഴ്സും ഇന്ന് പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പോലും ലോകത്തിൽ നിന്ന് അവർ ഒളിച്ചു വെക്കുകയാണ്. ഇക്കാര്യങ്ങൾ സത്യം അവർ മറച്ചു വെക്കും. പിന്നെ ഈ ഒരു ആക്ഷൻ കൊണ്ട്, അതായത് ഈ ഒരു അറ്റാക്ക് കൊണ്ട് ഇന്ന് രാവിലെ 1:05 മുതൽ 1:47 വരെയുള്ള സമയത്തിനകത്ത് നടന്ന ഈ 9 സ്ഥലങ്ങളിൽ, അതായത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവരുന്ന ടെററിസ്റ്റ് ലൊക്കേഷൻസ്, അവരുടെ ക്യാമ്പുകളിൽ, ട്രെയിനിങ് ഏരിയകളിൽ മറ്റും നമ്മൾ നടത്തിയ ആ ഒരു അറ്റാക്ക് കൊണ്ട് ലോകത്ത് നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും വിടില്ല. ഈ മർക്കസ് സുബാനുള്ള എന്ന് പറയുന്ന ബഹാവൽപൂരിലെ, അത് ശരിക്കും പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് അല്ലേ? ഇവിടെയാണ് മസൂദ് അസർ പലതവണയും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലേ? ഭീകരരെ ഇന്ത്യക്കെതിരായിട്ട് ആയുധമെടുക്കുവാനായിട്ട് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന് മുൻപുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഒരു ഇടമാണ് അവിടെ അല്ലേ? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കും ശ്രീ മോഹൻ വർഗീസ്. ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ്. അവരങ്ങനെ ഔപചാരികമായി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന ഒരു നാമകരണം നടത്തുന്നുണ്ടാവില്ല. പക്ഷെ ഏറ്റവും അധികം താവളങ്ങൾ, ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടെ 600-ൽ പരം ഭീകരർ സ്ഥിരമായി അവിടെ കടന്നു പോരുന്ന ഒരു സ്ഥലമാണ്. ശരാശരി 600-ആണ്. ഇപ്പോൾ ഈ ആക്രമണം നടന്ന സമയത്ത് പ്രധാനപ്പെട്ട നേതാക്കളെ ഒരുപക്ഷെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മുൻപ് തന്നെ മാറ്റിയിട്ടുണ്ടാക്കാം. കാരണം ഈ കേന്ദ്രങ്ങൾ ആക്രമണ വിധേയമാകാൻ സാധ്യതയുള്ളതായി പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉള്ള സ്ഥിതിക്ക് ഭീകരരെ സംരക്ഷിക്കേണ്ട ഗതികേടിൽ നിന്ന പാകിസ്ഥാൻ എന്ന രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ തോതിൽ ഡിസ്കസ് ചെയ്ത വിഷയവുമാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് ആക്രമണം നടന്നിരിക്കുന്നു. മൂന്നാമതൊരു സ്ഥലത്ത് കൂടെ ആക്രമണം, അതും വളരെ സിംബോളിക്കാണ്. അതായത് സിയാൽകോട്ട്, അതിർത്തിയുടെ വളരെ അടുത്തുള്ള സ്ഥലമാണ് സിയാൽകോട്ട്. അതും പഞ്ചാബിലാണ്. അവിടെ 6 കിലോമീറ്റർ മാത്രമാണ്. അവിടെ മഹമൂന ജോയ എന്ന സ്ഥലം, അവിടെ ആ ക്യാമ്പാണ്. ആ ക്യാമ്പും കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണം നടന്നു. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ പറയാവുന്നത്, ടെറർ ബ്രീഡിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ടെറർ നഴ്സറി എന്ന് പറയാവുന്ന ഭാവൽപൂരിൽ തുടങ്ങുന്ന ഒരു പ്രയാണം ടെറർ യൂണിവേഴ്സിറ്റി എന്നാണ് യഥാർത്ഥത്തിൽ മുറിഡ്കയെ പറയുന്നത്. ടെറർ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ചെയ്ത് ലോഞ്ചിങ് പാഡിൽ എത്തുകയാണ്. പാക് ഓക്കുപൈഡ് കാശ്മീരിലെ മുസഫറാബാദിൽ എത്തുകയാണ്. അവിടെയും ലഷ്കറിൻ്റെ ആളുകളാണ് മുസഫറാബാദിൽ. അവിടെ നിന്നാണ് ലോഞ്ചിങ് നടക്കുന്നത്. പലപ്പോഴും കാശ്മീരിലേക്ക് ഭീകരരെ അയക്കുന്ന
ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഓരോ ടാർഗറ്റും 9 ടാർഗറ്റാണ്. 5 പഞ്ചാബിലും 5 പാക് അധിനിവേശ കാശ്മീരിലും 4 പഞ്ചാബിലുമാണ്. അപ്പോൾ മുൻപ് ഇങ്ങനെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ലോഞ്ചിങ് പാഡുകളായിരുന്നു ആക്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഈ പരിശീലനം നൽകുന്ന യഥാർത്ഥ ക്യാമ്പുകൾ ഇല്ലേ, അതാണ് ഇപ്പോൾ പോയി, അതാണ് നഴ്സറിയിലേക്ക് പോയി. അതെ സാറേ, 1:05 മുതൽ 1:30 വരെ കൃത്യം 25 മിനിറ്റ് ആണ് നമ്മുടെ ഈ ഓപ്പറേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് 9 പോയിന്റുകളിലേക്ക് പോയത്. 21 പോയിന്റ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ 9 പോയിന്റിലേക്ക് ഇപ്പം പോയിട്ടുള്ളൂ. ഒരു പക്ഷേ സിവിലിയൻ ഡാമേജ് ഒക്കെ ഉണ്ടാകേണ്ട എന്നുള്ളത് കൂടി കണക്കിലെടുത്തു. അതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. ഒരു പാകിസ്ഥാനിലെ ഒരാൾക്ക് പോലും ഒരു ജീവനാശവും ഒന്നും സംഭവിക്കരുത് അല്ലെ, ഒരു ജീവഹാനിയും സംഭവിക്കരുത് എന്നുള്ള ഉറച്ച തീരുമാനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്യാമ്പുകളുടെ എണ്ണം ഇത്രയും കുറഞ്ഞതെന്ന് തോന്നുന്നു അല്ലെ. സാറേ ഒരു സംശയം സാറേ, ഈ സാധാരണ അതിർത്തി കടന്ന് ഒരു ശത്രുവിൻ്റെ സൈനിക നീക്കം ഉണ്ടാവുമ്പോൾ തിരിച്ചറിയുക എന്നത് ഒരു സൈനിക ശക്തി ആയ രാജ്യത്തിൻ്റെ ശേഷി പ്രകടമാകുന്ന ഇടമാണല്ലോ. പാകിസ്ഥാൻ ആ രീതിയിലും പൂർണ്ണ പരാജയമാണ് എന്നത് ഈ സംഭവം തെളിയിക്കുന്നു. ഇന്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ മാസ് ഫെയിലിയർ, അതായത് കൃത്യമായി 21 ഇടത്ത് ആക്രമിക്കാൻ ഇന്ത്യ പ്ലാൻ ഇട്ടിരുന്നു. അതിൽ 9 ഇടങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമണം നടത്തി. എന്നാൽ അതിന് മുൻകൂർ അതിനുള്ള ഒരു ഊഹമുണ്ട് എന്നതല്ലാതെ അതിൻ്റെ സമയമോ നേരമോ ഒന്നും തന്നെ ഗണിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഇന്റലിജൻസ് സംവിധാനത്തിനില്ല. അവിടെ ISIയുടെ പരാജയമാണല്ലോ അതല്ലേ. ISI എന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിച്ചൊരു ബലൂണല്ലേ പിന്നെ ശ്രീ മഞ്ജുഷ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അതിമാനുഷ കഥകൾ പറഞ്ഞ് പാകിസ്ഥാനിലെ ജനങ്ങളെ വിജൃംഭിതരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം. ഇതൊരു പ്രോപ്പഗാൻഡ മെഷീനറിയാണ്. പക്ഷേ യഥാർത്ഥ ബാറ്റിൽ സിറ്റുവേഷനിൽ വരുമ്പോൾ അവർക്കത് മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, അവർക്ക് അത് ഇന്റലിജൻസ് നെറ്റ്വർക്കിനെ ക്രോഡീകരിക്കാനും കഴിയുന്നില്ല. സിവിൽ ഇന്റലിജൻസ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, പോലീസിൻ്റെ ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ഈ ആർമിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ തന്നെ കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇന്ത്യയുടെ ആക്രമണത്തിന് യാതൊരു പ്രതിരോധവും ഉണ്ടായില്ല. ഈ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ പോയപ്പോൾ ആ മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു, ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകില്ലായിരുന്നു. ആ സംവിധാനങ്ങളെല്ലാം എവിടെ പോയി എന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ് ശ്രീ മഞ്ജുഷ്.